ഹലോ എവ്രി വൺ, വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അവക്കാഡോ ചിക്കൻ സാലഡ് തയ്യാറാക്കിയാലോ. ഇത് ചിക്കനൊക്കെ ചേർത്ത് തയ്യാറാക്കുന്നത് കൊണ്ട് നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു ചിക്കൻ പീസാണ് ഈ സാലഡ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ചിക്കൻ ബ്രസ്റ്റ് പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആദ്യം ഇതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇപ്പോൾ ചേർത്തത്. ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ നാരങ്ങ നീരും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു കടായിൽ ഈ ചിക്കൻ ആദ്യം ഇട്ട് കൊടുക്കാം. 1/4 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇപ്പോൾ ഇവിടെ പാകത്തിന് ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ സാലഡ് തയ്യാറാക്കാനുള്ള എല്ലാ ചേരുവകളും ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ ചിക്കൻ ഞാൻ കട്ട് ചെയ്തെടുത്തത് ഏകദേശം 1/2 കപ്പുണ്ട്. ഇത് കൂടാതെ ഒരു ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 കപ്പ് ലെറ്റ്യൂസും 1 തക്കാളിയും ഒരു വലിയ അവക്കാഡോയുടെ പകുതിയുമാണ് കട്ട് ചെയ്തത്. ഇനി ഇത് നമുക്ക് ഓരോന്നായിട്ട് ഒരു വലിയ ബൗളിലേക്ക് മാറ്റാം. വെജിറ്റബിൾസിനൊന്നും അങ്ങനെ പ്രത്യേകിച്ചൊരളവൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും വെജിറ്റബിൾസ് ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അവക്കാഡോയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു വലിയ അവക്കാഡോയുടെ പകുതി മാത്രമാണ് ഞാൻ കട്ട് ചെയ്തത്. ബാക്കി പകുതിയാണിത്. ഇത് ഞാൻ മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നിങ്ങളുടെ കയ്യിൽ അവക്കാഡോ ഇല്ല എന്നുണ്ടെങ്കിൽ മറ്റു വെജിറ്റബിൾസ് ഈ ചിക്കൻ്റെ കൂടെ ചേർത്തിട്ട് ഇതുപോലെ സാലഡ് തയ്യാറാക്കിയെടുത്താൽ മതി. ഇനി നമുക്ക് ഇതിന് വേണ്ടുന്ന ഒരു സാലഡ് ഡ്രസ്സിങ് തയ്യാറാക്കണം. 2 ടേബിൾ സ്പൂൺ നാരങ്ങ നീരാണ് ഞാനിപ്പോൾ എടുത്തത്. ഇതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലും കൂടി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഏകദേശം 3 നുള്ള് കുരുമുളക് പൊടിയാണ് ഞാൻ ചേർത്തത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ വളരെ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ അവക്കാഡോ ചിക്കൻ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത തവണ ചിക്കൻ വാങ്ങുമ്പോൾ ഒരു ചെറിയ പീസ് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു ചിക്കൻ സാലഡ് തയ്യാറാക്കിയിട്ട് ഫീഡ്ബാക്ക് കൂടി അറിയിക്കാൻ മറക്കരുതേ. ഇതിൽ ചിക്കനൊക്കെ ചേർത്ത് തയ്യാറാക്കുന്നതുകൊണ്ട് സാലഡ് ഇഷ്ടപ്പെടാത്തവർ പോലും നന്നായിട്ട് കഴിച്ചു പോകും. വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് പ്രത്യേകം ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് ഈ ഒരു റെസിപ്പി വളരെ നല്ലതായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുമെന്ന് കരുതുന്നു. റെസിപ്പി ഇഷ്ടമായാൽ ഡെലിഷ്യസ് റെസിപ്പീസ് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ. എങ്കിൽ മാത്രമേ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.